പ്രേക്ഷകരെ, വി.ഡി. സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്ന ആരോപണമാണ് ബി.ജെ.പിയും എസ്.എൻ.ഡി.പി സംഘടനകളും ഒക്കെ ഉന്നയിക്കുന്നത്. ഇന്നലെ തൊടുപുഴയിൽ പ്രകോപന പരാമർശങ്ങളോടെ ലീഗ് പ്രവർത്തകർ നടത്തിയ പ്രകടനം വലിയ വിവാദമാവുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഇടുക്കിയിലെ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തെങ്കിലും വിവാദം കെട്ടടങ്ങിയിട്ടില്ല. മുസ്ലിം ലീഗിനെതിരെയുള്ള NSS, SNDP സംഘടനകളുടെ നിലപാട് UDF-ന് തിരിച്ചടിയാകുമോ എന്ന കാര്യമാണ് ഇന്നത്തെ ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. സരീഷ് PK വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ചോദ്യമായി ചോദിക്കാനുള്ളതും. ഇങ്ങനെ ഈ ലീഗിന്റെ ഒരു പിടിവലിയാണ്, ലീഗിന്റെ ഒരു സമ്മർദ്ദമാണ് വി.ഡി. സതീശനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന കാര്യം അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അല്ലാതെയും പ്രചരിപ്പിക്കപ്പെടുന്നു. അത് ചില കേന്ദ്രങ്ങൾ ഈ പ്രത്യേക ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന പ്രചാരണമായി പോലും നമുക്കതിനെ വിലയിരുത്താമെന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ. സേതു, ഗുഡ് മോർണിംഗ്. ആരോപണ പ്രത്യാരോപണങ്ങളും പ്രതിരോധവും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായി കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിൽ ഒരു പക്ഷത്ത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് ലീഗിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെതിരെയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി വലിയ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ആരോപണങ്ങളും ഒക്കെ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായി ഈ SNDP-യുടെയും NSS-ന്റെയും BJP-യുടെയും ആരോപണങ്ങളാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു നിലപാട് സ്വീകരിക്കുകയും അത് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും പലതവണ ഈ ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനുശേഷം KC വേണുഗോപാലിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പാണക്കാട് തന്നെ യോഗം ചേരുകയും ഒക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം വരുന്നത്. തുടർച്ചയായി NSS-ഉം അതോടൊപ്പം തന്നെ SNDP-യും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വി.ഡി. സതീശൻ അപ്പുറത്തേക്ക് എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനപ്പുറത്തേക്ക് എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും. മുസ്ലിം ലീഗിന്റെ കയ്യിലായിരിക്കും ഇനി 5 വർഷത്തെ ഭരണം എന്ന രീതിയിലാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നത്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ തവണയും നമ്മൾ മുസ്ലിം ലീഗിന്റെ പേരിൽ ഈ UDF-നെ വലിയ പ്രതിരോധത്തിലാക്കാൻ പല സംഘടനകളും ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാതിമത സംഘടനകളൊക്കെ ഇതിനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായാലും അതിനു മുന്നിലായാലും ഒക്കെ മുസ്ലിം ലീഗാണ് ഇനി ഭരിക്കാൻ പോകുന്നത് എന്നുള്ള വലിയ പ്രതിരോധമൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ പല ഘട്ടങ്ങളിലായി, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നു UDF എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ആദ്യം വന്നപ്പോൾ ഇനി ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പ്രചരണം. പിന്നീട് അത് മുസ്ലിം ലീഗിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലും വിദ്യാഭ്യാസ വകുപ്പ് ഒഴിയണം എന്ന രീതിയിൽ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് നൽകരുത് എന്നൊരു കാര്യമൊക്കെയുള്ള രീതിയിലായിരുന്നു SNDP-യുടെയും NSS-ന്റെയും ഒക്കെ പരാമർശം. പക്ഷേ മറുഭാഗത്തേക്ക് വന്നാൽ കാലാകാലങ്ങളായി UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിൽ ലഭിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ 4ഓ 5ഓ മന്ത്രിസ്ഥാനങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഇത്തവണ വലിയ നേട്ടം മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അർഹതപ്പെട്ടൊരു അംഗീകാരം എന്ന രീതിയിൽ UDF-ൽ 5 സീറ്റുകൾ ലീഗിന് നൽകിയാൽ അതിനെ തെറ്റുപറയാനാകില്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് 5 സീറ്റുകൾ എന്നതും കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ തവണയും ലഭിച്ചിരുന്ന മന്ത്രിസ്ഥാനം അതോടൊപ്പം തന്നെ പോർട്ട്ഫോളിയോസ് അത് കൃത്യമായി നൽകുക എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടുവന്നതാണ്. അത് LDF-ന്റെ കാലത്ത് CPI-ക്ക് കൃത്യമായി റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പും ഉൾപ്പെടെയുള്ള കൃത്യമായ വകുപ്പുകൾ എല്ലാ കാലത്തിലും നൽകാറുണ്ട്. അത് തന്നെയാണ് ഇത്തവണയും നൽകുന്നത്. അല്ലെങ്കിൽ UDF-ന്റെ കാലത്തെത്തുമ്പോൾ മാത്രം എന്തിനത് മാറ്റിവെക്കണം അല്ലെങ്കിൽ മാറി ചിന്തിക്കണം എന്നൊരു ചോദ്യമാണ് ഒരു ഭാഗത്ത് ഉയരുന്നത്. പക്ഷേ അപ്പുറത്തേക്ക് പോയാൽ എന്തുകൊണ്ട് വി.ഡി. സതീശന്റെ പേര് വന്നു എന്നുള്ളതാണ്. കാരണം മുസ്ലിം ലീഗിന്റെ കൃത്യമായ സമ്മർദ്ദം അത് പ്രിയങ്ക ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിൽ തുടർച്ചയായി പാണക്കാട് തങ്ങൾ വിളിച്ച് തങ്ങളുടെ നിലപാട് പറഞ്ഞതിന്റെ ഭാഗമാണ് എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് കൃത്യമായി ഇടപെടുകയും ഈ AK ആന്റണിയുടെയും ഒപ്പം തന്നെ MM ഹസൻ, VM സുധീരൻ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ നിരീക്ഷണമാണ് വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ ഉയരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ലീഗിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ സരീഷേ, ശരി സരീഷ്. അപ്പം വിശകലനങ്ങൾ നടത്തുകയായിരുന്നു സരീഷ് PK. പ്രിയപ്പെട്ട